വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനൊപ്പം ആളിക്കത്തുകയാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം. ഒന്നാം പിണറായി സർക്കാരിനുള്ള മതിപ്പ് രണ്ടാം സർക്കാരിനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നു തുടങ്ങി 3 മണ്ഡലങ്ങളിലെയും ഇടതു സാധ്യതകളെ ചോദ്യം ചെയ്യുന്നതാണ് പുറത്തുവന്ന PDF-ന്റെ ഉള്ളടക്കം. പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ലെന്ന് ഇ പി ജയരാജൻ പറയുന്നു. ഏതായാലും പോളിംഗ് തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ ഇ പിയുടെ ആത്മകഥയെന്ന പേരിൽ പാർട്ടിക്ക് രൂക്ഷ വിമർശനവുമായി 178 പേജുള്ള PDF പുറത്തുവന്നത് ദുരൂഹമാണ്. ഇരുട്ടി വെളുക്കും മുമ്പ് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയ ആളാണ് പി സരിൻ. ചേലക്കരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതു വോട്ടുകൾ ചോർത്തും. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയോട് വയനാട്ടിൽ എന്തിനു മത്സരിക്കുന്നു എന്ന ചോദ്യം ഒരു കുരുക്ക് തന്നെയാണ്. അങ്ങനെ പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഇടതു സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇ പിയുടെ ആത്മകഥ എന്ന പേരിൽ പുറത്തുവന്ന PDF-ന്റെ ഉള്ളടക്കം. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ അത് വലിയ കലാപക്കൊടിയുമുയർത്തുന്നു. ഇന്നലെ രാത്രി DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുസ്തകത്തിന്റെ കവർ പുറത്തു വന്നതായിരുന്നു തുടക്കം. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി പോളിംഗിന്റെ തലേന്ന് ഇ പിയുടെ പുസ്തകം പുറത്തു വരുന്നു എന്ന മട്ടിലൊന്നും അപ്പോൾ ചർച്ച തുടങ്ങിയിട്ടില്ല. തൊട്ടു പിന്നാലെ പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പുറത്തു വന്നു. വിവാദം പൊട്ടിവീണു. പാർട്ടിക്കെതിരെ അത്യന്തം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. ഇ പി ഉയർത്തുന്നതായി PDF-ൽ പറയുന്ന ആവലാതികൾ, വിമർശനങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ചുരുക്കത്തിൽ ഇങ്ങനെ: ഒന്നാം പിണറായി സർക്കാരിനോടുണ്ടായിരുന്ന മതിപ്പ് രണ്ടാം പിണറായി സർക്കാരിന് നിലനിർത്താനായില്ല. മന്ത്രിമാർ താരതമ്യേന ദുർബലരാണ് എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വളർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചത് മാനദണ്ഡം ലംഘിച്ച്. സംഘടനാ രംഗത്ത് നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ചലിപ്പിക്കേണ്ടവരെയാണ് മത്സരിപ്പിച്ചത്. നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ കേൾക്കുന്നില്ല. തുടർഭരണത്തിൽ താഴേക്കിടയിലുള്ള നേതാക്കൾക്ക് പോലും തലക്കനമാണെന്ന ചിന്ത രൂപപ്പെടുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പുഴുക്കുത്തുകൾ കടന്നുകൂടിയത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. സഖാക്കൾ പരസ്പരം ലൂസ് ടോക്കിലൂടെ കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ചെയ്യുന്നു. സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ബൂർഷ്വാ പാർട്ടികളിലെ പ്രവണതകൾ പാർട്ടിയിലേക്ക് കടന്നുവരുന്നു. നവകേരള സദസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല. വിമർശനങ്ങളെ സംഘടനാപരമായി നേരിടാനാകുന്നില്ല. രാഷ്ട്രീയ പ്രചാരണങ്ങൾ ലക്ഷ്യം കൈവരിച്ചില്ല. സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അടിമുടി തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു. ഇവ കൂടാതെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിലുള്ള അമർഷം, ദേശാഭിമാനി ബോണ്ട്, ബന്ധുനിയമനം, ജാഡവേക്കർ കൂടിക്കാഴ്ച, നാക്കുപിഴകൾ തുടങ്ങി വിവിധ വിവാദങ്ങളിൽ വേണ്ടവിധം പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഒപ്പം നിൽക്കാത്തതിലുള്ള അമർഷവും തുറന്നെഴുതിയിരിക്കുന്നു. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് പ്രസിദ്ധീകരിച്ചാൽ വിവാദമാകും. അത് കഴിഞ്ഞാണ് പുസ്തകം പുറത്തു വരിക എന്നതുകൊണ്ട് തുറന്നു പറയാമല്ലോ. അവസാന അധ്യായത്തിൽ പറയുന്നു, ഇതൊരു ആത്മകഥയല്ല, മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളുടെ തുറന്നെഴുത്തു മാത്രം. ജീവിതത്തിലുടനീളം കായികവും മാനസികവുമായ കടന്നാക്രമണങ്ങളെ നേരിട്ടാണ് ജീവിച്ചത്. 100% ആത്മാർത്ഥവും സത്യസന്ധവുമായാണ് എഴുതിയത്. ഈ എഴുത്തിനെതിരെയും കടന്നാക്രമണങ്ങൾ ഉണ്ടാകും, അത് കാര്യമാക്കുന്നില്ല എന്നും ഇ പിയുടേതായി പുറത്തു വന്ന PDF-ലുണ്ട്. വിവാദം കത്തിപ്പിടിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഇ പി ജയരാജൻ ഇത് തൻ്റെ ആത്മകഥയല്ലെന്ന് നിഷേധിച്ചു. DC ബുക്സുമായി കരാറില്ല. വിവാദം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണ്, നിയമ നടപടി സ്വീകരിക്കും. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല, തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഇ പി ജയരാജനെ തത്കാലം വിശ്വാസത്തിലെടുക്കുകയാണ് പാർട്ടി. ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിവാദമാണെന്ന് പ്രകാശ് കാരാട്ട്. Denounce this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. വൃത്തികെട്ട ഗൂഢാലോചനയെന്ന് സംസ്ഥാന സെക്രട്ടറി M വി ഗോവിന്ദൻ. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇ പി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ: പച്ചയായ മണ്ണിന്റെ സഖാവാണ്, തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യൻ്റെ എൻഡോഴ്സ്മെൻറ്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെൻറ്റ് മാത്രമല്ലല്ലോ എപ്പോഴും
ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ശക്തിയല്ലേ. ഇതൊക്കെ ഒരു ക്രിയേഷനാണിത്, സൃഷ്ടിക്കുകയാണ് ഇതൊക്കെ. ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം മുമ്പങ്ങാണ്ട് എഴുതിയാണെന്നാണ് പറയുന്നത്. എന്തോ എഴുതി വെച്ചെന്നൊക്കെ ഞാൻ കേട്ടത്. എഴുതി വെച്ചത് ഇപ്പം ഇന്നേ ദിവസം അത് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറകിലൊക്കെ ഒരു പ്ലാനും കാര്യം ഉണ്ടായിരിക്കാം. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മറുപടി പറയും, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം പുലർച്ചെയാണ് ഇ.പി. ജയരാജൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദം പുറത്തുവന്നത്. തനിയാവർത്തനം പോലെ ഇന്ന് പുസ്തക വിവാദത്തിലൂടെ ഇ.പി. ഒരിക്കൽ കൂടി വിവാദ പുരുഷനാകുന്നു. DCA പോലൊരു പ്രസാധകശാല പുറത്തിറക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ PDF പുറത്തു വന്നത് ഏതായാലും അസാധാരണമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും വിവാദം കത്തിയാളുമെന്ന കാര്യം ഉറപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.